ഹലോ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സ്കിൻ കെയർ വീഡിയോ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് DMs പിന്നെയും വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോയിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഒരു പ്രത്യേകം DM ചെയ്യുന്നതെന്ന് വെച്ചാൽ മാർക്സ് എങ്ങനെയാണ് ഫെയ്ഡ് ആയത്, പിഗ്മെന്റേഷൻ എങ്ങനെയാണ് പോയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ആക്റ്റീവ് ആഗ്നെ എനിക്ക് കുറഞ്ഞത് ഞാൻ പ്രോപ്പർ ആയിട്ട് അതിന്റെ മെഡിക്കേഷൻ എടുത്തുകൊണ്ട് മാത്രമാണ് ആ ടൈമിൽ അത് കുറഞ്ഞത്. സോ വൺസ് അത് കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്കിന്നിന്റെ ബാരിയർ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മാർക്സ് ഫെയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് മാർക്സ് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഈ അസി ക്ലിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് ഇതിന്റെ ലിങ്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു സാധനം എന്റെ കയ്യിൽ ഇല്ലെന്ന് ഞാൻ വിചാരിച്ചത്, ബിക്കോസ് കറന്റ്ലി ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇതിന്റെ ക്യാപ്പ് ഒന്നും കാണുന്നില്ല. ഇതിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം ഇത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഇതിന് ഇത്തിരി കോസ്റ്റ്ലി ആണിത്, പക്ഷെങ്കിൽ ഒരു ഡ്രോപ്പേ നമുക്ക് ആവശ്യമുള്ളൂ. മെല്ലെ നമ്മൾ റുട്ടീനിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. എവിടെയാണോ നമുക്ക് പിഗ്മെന്റേഷനും മാർക്സ് ഉള്ളത് അവിടെ മാത്രം, അതായത് സ്പോട്ട് ട്രീറ്റ്മെന്റ് മാത്രം ചെയ്യാം. രണ്ടാമത്തേത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത സെയിം തന്നെ റെറ്റിനോൾ. ഈ ഒരു റെറ്റിനോൾ സിറം, ഇത് സിറാവയുടെ, ഇതിൽ വളരെ ചെറിയ പെർസെന്റേജ് റെറ്റിനോളേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ സിറമൈഡ്സും അതുപോലെ തന്നെ നിയാസിനമൈഡ് ഒക്കെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണിത്. ഇത് രണ്ടും ഒരുമിച്ച് ഒരു ദിവസം യൂസ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്യുന്ന ദിവസം ഇത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ആൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ ഇടക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എന്റെ ഒരു റുട്ടീനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ ഇതിപ്പം ഒരു ദിവസം ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ വെറും മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്ത് ഒരു ദിവസം ഇത് യൂസ് ചെയ്യും, പിന്നെയും മോയ്സ്ചറൈസർ മാത്രം അതിന്റെ അടുത്ത ദിവസം യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഗ്രാജുവലി അതിന്റെ യൂസേജ് കൂട്ടി വരിക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതങ്ങനെ പ്രത്യേകിച്ച് ഇതിന് പ്രൊമോഷൻ ഒന്നും അല്ല. പിന്നെ എന്താ പറയാ, ഇത് മാത്രമല്ല, ഇതല്ല ഇപ്പൊ എന്റെ കറന്റ്ലി ഞാനിപ്പോ ഇത് യൂസ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ റെറ്റിനോളും ഞാൻ കറന്റ്ലി എല്ലാ ദിവസവും യൂസ് ചെയ്യാറില്ല. വീക്ക്ലി വൺസ് ഒക്കെ ഞാൻ ഈ റെറ്റിനോളും യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഈ രണ്ട് പ്രൊഡക്റ്റിന്റെയും കൂടി ഒരു ക്ലാരിറ്റി തരണമെന്നുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് വീഡിയോ അത്രയും ക്ലിയർ ആയില്ല. പിന്നെ എന്താ കറന്റ് സ്കിൻ കെയർ റുട്ടീൻ കാണിക്കുമോ, പിന്നെ ഒരുപാട് അങ്ങനത്തെ കുറെ DMs വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നതിന് പകരം ഒരു വീഡിയോ കൂടി ഇങ്ങനെ ചെയ്യാന്ന് ഓർത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഞാൻ ആ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. There.